സുഹൃത്തിൻ്റെ മകൻ പറഞ്ഞു, ഡോക്ടറെ കണ്ട് റിസൾട്ട് വന്ന് ക്യാൻസർ ആണല്ലോ എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അങ്ങനെയുണ്ട് പറയേണ്ടിയിരുന്നില്ലെന്ന് അഭിപ്രായമുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞു. അതുവരെ ഞാൻ കാണാത്ത ഒരു വാപ്പയെയാണ് ഞാൻ കണ്ടത്. ഒരു വല്ലാത്ത പരിഭ്രാന്തി, വല്ലാത്തൊരു പരിഭ്രമം. നമ്മളൊക്കെ എന്താകുമെന്ന് അറിയില്ല. പക്ഷേ സുഹൃത്തുക്കൾ, അതിൻ്റെ കടലാസിൽ എഴുതപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട 63-ാമത്തെ വയസ്സ് ഒരു ജനുവരി മാസത്തിൽ ഡയഗ്നോസ് നടക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയായിരിക്കും എന്നത് എൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വിധിയാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് വിധിക്കാത്തതൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എന്ത് പേടിക്കാനാണ് സുഹൃത്തുക്കളെ. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്കൊരു ബുദ്ധിമുട്ടിനെ ബാധിപ്പിച്ചാൽ, അത് രോഗമാകാം, കടമാകാം, ദാരിദ്ര്യമാകാം, മനപ്രയാസമാകാം, ശാരീരികമായ അസ്വസ്ഥതകളാകാം, ഉറ്റബന്ധുക്കളുടെ വേർപാടാകാം, നിനക്കൊരു ബുദ്ധിമുട്ട് റബ്ബ് വരുത്തി വെച്ചാൽ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനല്ലാതെ അതിനെ നീക്കിത്തരാൻ ഒരാൾക്കും സാധ്യമല്ല. വഇൻ യുരിദ്ക ബിഖൈരിൻ, ഒരു നന്മ അവൻ നിനക്ക് വരുത്തണമെന്ന് വിചാരിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവൻ്റെ ഔദാര്യത്തെ തടുക്കാൻ, അവൻ നിനക്ക് കൊണ്ടുതരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ, കാരുണ്യങ്ങളെ തടസ്സപ്പെടുത്താൻ ആർക്കു പറ്റും? അങ്ങനെ ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവൻ്റെ അടിമകളിൽ അവൻ ആർക്കുദ്ദേശിക്കുന്നുവോ അവൻ്റെ വിധിയും അനുഗ്രഹങ്ങളും തീരുമാനങ്ങളും അവനിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്കത് വായിക്കുമ്പോൾ എന്ത് ചാഞ്ചല്യ ഉണ്ടാകണമെന്ന് തരും. ഈമാൻ കുറ്റി, ആ ടെൻറ്റിൻ്റെ കുറ്റി ഉണ്ടല്ലോ, അത് ഉറക്കണം.